നമ്മുടെ കോട്ടയം ജില്ലയിലെ അയർക്കുന്നം പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതന ശിവക്ഷേത്രമാണ് അമയന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. ഇവിടെ ശ്രീ മഹാദേവൻ സ്വയംഭൂവായി കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. ഇവിടെ ക്ഷേത്ര ദർശനത്തിന് എത്തുമ്പോൾ കാണാൻ സാധിക്കുന്ന പ്രധാന പ്രത്യേകത ഇവിടുത്തെ 5 ശിവലിംഗ പ്രതിഷ്ഠയാണ്. അതായത് ക്ഷേത്രത്തിന്റെ പ്രധാന ശ്രീകോവിലിൽ കുടികൊള്ളുന്ന ശ്രീ മഹാദേവനെ കൂടാതെ ഇവിടെ 4 ശിവലിംഗ പ്രതിഷ്ഠകൾ കൂടിയുണ്ട്. ചുറ്റമ്പലത്തിന് ഉള്ളിലായി ഗണപതി ഭഗവാനോട് ചേർന്ന് ഒരു ശിവലിംഗ പ്രതിഷ്ഠയും ചുറ്റമ്പലത്തിന് പുറത്തായി 3 ശിവലിംഗ പ്രതിഷ്ഠയും ദർശനം നടത്താൻ സാധിക്കും. കൂടാതെ ഈ ശിവലിംഗ പ്രതിഷ്ഠകൾ എല്ലാം ഒരേ നേർരേഖയിൽ ആണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നതും മറ്റൊരു പ്രത്യേകത കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ 5 ശിവലിംഗ ദർശനം നടത്തുന്നത് കാശി ക്ഷേത്ര ദർശനത്തിന് തുല്യഫലം നൽകും എന്നാണ് ഇവിടുത്തെ മഹത്തായ വിശ്വാസം എന്ന് പറയുന്നത്. ഞാനിവിടെ ദർശനം നടത്താനെത്തിയപ്പോൾ ആദ്യം കണ്ടത് ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ പുതുക്കി പണിയുന്നതാണ്. അതിൽ ഒരു ആശ്ചര്യവുമുണ്ട് കേട്ടോ. എന്തെന്നാൽ ഇത്ര ഉയരത്തിലുള്ള ശ്രീകോവിൽ കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ ഇല്ലെന്നുള്ളതാണ്. ഏകദേശം 60 അടി ഉയരത്തിൽ പണിതുകൊണ്ടിരിക്കുകയാണ് ഭഗവാന്റെ പുണ്യ ശ്രീകോവിൽ. ഏകദേശം 3 കോടി ബഡ്ജറ്റുള്ള ഈ ശ്രീകോവിലിന്റെ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ എന്തൊരു ഭംഗിയായിരിക്കും അല്ലേ? ഇവിടെ ക്ഷേത്രത്തെക്കുറിച്ച് പറയപ്പെടുന്ന പ്രധാന ഐതിഹ്യം എന്ന് പറയുന്നത്, ഒരിക്കൽ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്ന പ്രദേശം സാന്ദ്ര വനമായിരുന്നു. ഒരു പശു ദിവസവും വനത്തിലെ ഒരു പ്രത്യേക സ്ഥലത്ത് ചെന്ന് സ്വയം പാൽ ചൊരിയുന്നത് അതിൻ്റെ ഉടമ കാണുകയുണ്ടായി. ഈ അത്ഭുതം അന്വേഷിച്ച നാട്ടുകാർ ആ സ്ഥലം കുഴിച്ചു നോക്കിയപ്പോൾ അവിടെ സ്വയംഭൂ ശിവലിംഗം കണ്ടെത്തിയെന്നാണ് വിശ്വാസം. തുടർന്ന് ആ ശിവലിംഗത്തെ ആരാധനയ്ക്കായി പ്രതിഷ്ഠിച്ച് ക്ഷേത്രവും സ്ഥാപിക്കപ്പെട്ടു എന്നാണ് ഒരു ഐതിഹ്യം പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രാദേശിക വിശ്വാസം അനുസരിച്ച് ഭഗവാൻ മഹാദേവൻ ഈ സ്ഥലത്ത് തപസ്സിരിക്കുകയും ഭക്തരെ അനുഗ്രഹിക്കുകയും ചെയ്തതിനാലും ഒക്കെയാണ് ഇവിടെ ക്ഷേത്രത്തിന് പ്രത്യേക മഹത്വം ലഭിച്ചത് എന്നൊക്കെയാണ് മറ്റൊരു ഐതിഹ്യത്തിൽ പറയുന്നത്. അമയന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ വീരഭദ്രസ്വാമിയുടെയും ശ്രീഭദ്രകാളി ദേവിയുടെയും പ്രതിഷ്ഠകളാണ്. ദക്ഷയാഗത്തിൽ വെച്ച് സതീദേവി അഗ്നിയിൽ ദഹിച്ചതറിഞ്ഞ് കോപിഷ്ഠനായ ശിവൻ തൻ്റെ ജട പിടിച്ച് നിലത്തടിച്ച് അതിൽ നിന്നാണ് ഭദ്രകാളിയും വീരഭദ്രസ്വാമിയും ഉത്ഭവിച്ചത്. കേരളത്തിൽ അമയന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ മാത്രമാണ് ഉപദേവ പ്രതിഷ്ഠയായി വീരഭദ്രസ്വാമിയും ഭദ്രകാളിയും ഉള്ളത്. ഇവിടെ ക്ഷേത്രത്തിൽ വീരഭദ്രസ്വാമി അറിയപ്പെടുന്നത് കൊന്നാടൻ വല്യച്ഛൻ എന്നാണ്. ഉഗ്രമൂർത്തിയായ വീരഭദ്രസ്വാമിയുടെ കോപം ശമിപ്പിക്കുന്നതിനായി ഇവിടെ ക്ഷേത്രത്തിന്റെ മേൽക്കൂര ഇല്ലാതെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. മഴ പെയ്യുമ്പോൾ ധാരയായി വീരഭദ്രസ്വാമിയുടെ പ്രതിഷ്ഠയിലേക്ക് സദാ പ്രവഹിച്ചുകൊണ്ട് ആ രൗദ്രഭാവത്തെ ശമിപ്പിക്കും എന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. ഇവിടെ വീരഭദ്രസ്വാമിയുടെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് കരിക്കഭിഷേകവും അതുപോലെ തന്നെ ചൂരലിൽ
സ്വർണം, വെള്ളി, ചെമ്പ് മുതലായവ കെട്ടി നടക്കി വച്ച് പ്രാർത്ഥിച്ചാൽ ഏത് രോഗ ദുരിതങ്ങളും മാറുകയും അതുപോലെ ഏത് ആഗ്രഹങ്ങളൊക്കെ സാധിക്കുകയും ചെയ്യും എന്നാണ് വിശ്വാസം. അജ്ഞാനത്തിന്റെ അന്ധകാരമകറ്റി ജ്ഞാനത്തിന്റെ പ്രകാശം പരത്തുന്ന ഭഗവതിയാണ് ഇവിടുത്തെ ഭദ്രകാളി സങ്കല്പം. ഇവിടെ നവരാത്രിയാണ് ഭദ്രകാളി ദേവിയുടെ പ്രധാന ആഘോഷം. അതുപോലെ ഗണപതി, അയ്യപ്പൻ, ഭദ്രകാളി, വീരഭദ്രൻ, നാഗരാജാവ്, രക്ഷസ്, യക്ഷി എന്നീ ഉപദേവ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് അമയന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. സതീവിയോഗത്തിൽ അത്യന്ത ദുഃഖിതനും ദക്ഷനോടുള്ള അടങ്ങാനാവാത്ത കോപവും ചേർന്ന സമ്മിശ്ര ഭാവമാണ് ഇവിടെ കുടികൊള്ളുന്ന ശ്രീ മഹാദേവന്. ഭഗവാന്റെ ഇഷ്ട വഴിപാടായ ജലധാര, പാലഭിഷേകം, പുഷ്പാഞ്ജലി, രുദ്രാഭിഷേകം, നെയ്വിളക്ക് മുതലായവ വഴിപാടുകൾ ഭഗവാന് അർപ്പിച്ചാൽ നിങ്ങളുടെ ഏത് പ്രതിസന്ധിയും അകന്ന് സുഖവും സന്തോഷവും ഭഗവാൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നു എന്നതാണ് ഇവിടുത്തെ പ്രധാന വിശ്വാസം. ഇവിടെ പ്രധാനമായും ക്ഷേത്രനട തുറക്കുന്നത് രാവിലെ 5 മണിക്ക് തുറന്ന് രാവിലെ 10 മണിക്ക് അടയ്ക്കുന്നു. അതുപോലെ തന്നെ വൈകിട്ട് 5:30 വീണ്ടും നട തുറന്ന് വൈകിട്ട് 7:30 ഭഗവാന്റെ തിരുനട അടയ്ക്കുന്നു. ചരിത്രപ്രസിദ്ധമായ അമയന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിങ്ങൾക്കും ദർശനം നടത്തണം എങ്കിൽ കോട്ടയം ജില്ലയിലെ അയർക്കുന്നം പഞ്ചായത്തിലെ അമയന്നൂർ എന്ന സ്ഥലത്തെത്തിയാൽ ക്ഷേത്ര ദർശനം സാധ്യമാകും. ഇവിടെ ക്ഷേത്ര ദർശനം നടത്തുന്നത് കാശി ക്ഷേത്ര ദർശനത്തിന് തുല്യവും ആണ്. ശ്രീ മഹാദേവന്റെ ക്ഷേത്രവിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഓം നമഃ ശിവായ.